ടെമ്പോ അണ്ണ ആവാൻ ചാൻസേ ഇല്ല. കാരണം ടെമ്പോ അണ്ണ ഇപ്പൊ മേയറങ്കിളിന്റെ വീട്ടിലാ ഉള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ടെമ്പോ അണ്ണ ഒരിക്കലും ഷൂസ് ധരിക്കാറില്ല. പക്ഷെ നീ ഷൂസ് ധരിച്ചിട്ടുണ്ട്. അയ്യോ ടിങ്കിൾ ഡോഡോ, നിങ്ങൾ ഈ രാത്രിയിൽ എങ്ങനെ ഇവിടെ വന്നത്? വേഗം, അതിവേഗം. മതിയാക്കട നീ നിന്റെ എമർജൻസിയും. ഇനി ഒരു സൂപ്പർ സ്പീഡോ കാറും ഇങ്ങോട്ട് വരില്ല. ഇനി നിനക്ക് വായി തുറന്നൊന്നും പറയാനും പറ്റില്ല. സൂപ്പർ സ്പീഡോ R7-ൽ നിന്ന് പുറത്തേക്ക് വരില്ല. മേയർ അങ്കിൾ, സൺസിറ്റിയിലെ ബാങ്കിനെ ഇത്ര പെട്ടെന്ന് എന്തിനാ വലിയ ടവറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്? കാരണം ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെച്ച ഡോക്യുമെന്റ്സ് എല്ലാം ഒരുപാട് കൂടിപ്പോയി. അതുകൊണ്ട് അതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിട്ട് ഒരു വലിയൊരു സ്ഥലം ആവശ്യമുണ്ടായിരുന്നു. ഈ ബിൽഡിങ്ങിനെ പറ്റി 2 വാക്കിൽ പറയണമെങ്കിൽ വെരി സ്പീഷ്യസ്. സാധാരണ സ്പീഷ്യസ് അല്ല, വെരി വെരി സ്പീഷ്യസ്. ഞാനൊരു ബ്ലൂബെറി കഴിച്ചോട്ടെ, എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ബാങ്ക് അത്രയ്ക്ക് വലുതാണെങ്കിൽ അത്രയും കാശും ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ നമ്മള് ബാങ്കിന്റെ സെക്യൂരിറ്റി കൂട്ടേണ്ടത് ആവശ്യമല്ലേ? നീ പറഞ്ഞത് ശരിയാണ്. ഈ കാണുന്ന ബാങ്കിന്റെ മുകളിൽ ടവർ ഉണ്ട്, ടവറിന്റെ മുകളിൽ ബാങ്ക്, ബാങ്കിന്റെ മുകളിൽ ടവർ. സാറപ്പ പറഞ്ഞതിന്റെ അർത്ഥം അതായത് കിക്കോയും പിന്നെ സൂപ്പർ സ്പീഡോയും പിന്നെ ഞങ്ങളും ഉള്ളത് വരെ ടെൻഷൻ ആവേണ്ട ഒരാവശ്യമില്ലെന്നേ. അയ്യോ ഡോണ്ട് വറി, കിക്കോയുടെയും സൂപ്പർ സ്പീഡോയുടെയും തലയില് ഒരുപാട് ഭാരം കയറ്റി വെക്കരുത്. അതിനെല്ലാം ചേർത്താണ് ഞാൻ വ്യത്യസ്തമായ ഒരു കാർ റെഡിയാക്കിയിരിക്കുന്നത്. അത് ബാങ്കിനെ മാത്രമല്ല, ടോട്ടൽ സൺസിറ്റിയെയും സംരക്ഷിക്കും. അത് കിക്കോയെയും സൂപ്പർ സ്പീഡോയെയും സഹായിക്കും. ശരിക്കും പറഞ്ഞാൽ അതൊരു റോബോ കാറാണ്. അതിന്റെ നിക്നെയിം ഞാന് 6 മൂർത്തി എന്നാ ഇട്ടിരിക്കുന്നത്. റോബോ കാറോ? അതേതായാലും കലക്കി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അമേസിംഗ്. പക്ഷെ ടെമ്പോണ്ണ, നിങ്ങളുടെ ആ റോബോ കാർ ഇപ്പൊ എവിടെയാ ഉള്ളത്? കിക്കോ അതെന്റെ ഗ്യാരേജിലുണ്ട്. ഇനിയും അതിൽ കുറച്ച് പ്രോഗ്രാംസ് അപ്ലോഡ് ചെയ്യണം, അത്രേ ഉള്ളൂ കാര്യം. നാളെ വണ്ടി റെഡിയാകും. പിന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ 6 മൂർത്തിയെ പരിചയപ്പെടുത്താം. എന്നാ ഞാൻ ഇറങ്ങട്ടെ, ഒരുപാട് പണിയുള്ളതാ. അയ്യോ അയ്യോ അയ്യോ, എന്റെ ഫിംഗർ പ്രിന്റ് സ്റ്റോർ ആയി കഴിഞ്ഞു. ഇനി ഫേസ് മാത്രം സ്കാൻ ചെയ്താൽ മതി. അയ്യോ ரொம்ப நல்லா இருக்கு, അടിപൊളി. ഇപ്പൊ ഈ കാറിനെ എനിക്ക് മാത്രമേ ഓടിക്കാൻ പറ്റൂ. കാരണം ഇതെന്റെ ഫിംഗർ പ്രിന്റ്സ്. പിന്നെ ഫേസ് സ്കാനിങ്ങും ഇല്ലാതെ വണ്ടി സ്റ്റാർട്ട് പോലും ആകത്തില്ല. രാത്രി കുറേയായി, ഉറക്കം വരിക. ഞാൻ കിടന്നുറങ്ങാൻ പോവാട്ടോ. നാളെ ഈ കാറിനെ കിക്കോ മറ്റു ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തണം. അയ്യോ ഗുഡ് നൈറ്റ് 6 മൂർത്തി, എന്റെ പ്രിയപ്പെട്ട കാറ്. എന്താ ഇത്? R7 ബ്ലിങ്ക് ആവുന്നല്ലോ. അതും ഈ അതിരാവിലെ എങ്ങനെയാ ബ്ലിങ്ക് ആവുന്നേ? തീർച്ചയായിട്ടും എന്തോ പ്രശ്നമുണ്ട്. സിഗ്നൽ ബാങ്കിന്റെ അടുത്തുനിന്നാ വരുന്നത്. ഉറപ്പായും അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. വേഗം അവിടെ എത്തിയേ പറ്റൂ. വേഗം, അതിവേഗം R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ. സൂപ്പർ സ്പീഡോ കാർ.
സൂപ്പർ സ്പീഡോ എത്രയും പെട്ടെന്ന് ബാങ്ക് ഓഫ് സൺ സിറ്റിയുടെ പുതിയ ബിൽഡിംഗിലേക്ക് ചെല്ലേ. ഓക്കെ കീക്കോ, വി വിൽ ഗോ. അത് കണ്ടിട്ട് റോബോയെ പോലെയുണ്ട്. അതെന്തിനാ കാശ് അടിച്ചു മാറ്റിക്കൊണ്ടു പോന്നേ? കീക്കോ, അങ്ങോട്ട് നോക്കൂ. അവിടെയുള്ള സെക്യൂരിറ്റീസ് ഒക്കെ താഴേക്ക് വീഴുകയാണ്. സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 75 അപ്ലൈ ചെയ്യ്. ആദ്യം ആ ഗാർഡ്സിനെ രക്ഷിക്ക്. ഓക്കെ ബ്രോ, ആക്ടിവേറ്റിംഗ് ഫോർമുല 75. റോബോട്ട് ഓടി പോകുന്നു. സൂപ്പർ സ്പീഡോ വേഗം ചെല്ല്, അവനെ ഫോളോ ചെയ്യ്. അതിനിടയ്ക്ക് റോബോ ഇങ്ങോട്ടാ പോയത്. ദേ അവൻ അവിടെയുണ്ട്. ഫോർമുല നമ്പർ 817 അപ്ലൈ ചെയ്യ്. കീക്കോ, ആ റോബോയുടെ പഞ്ച് വളരെ ഹെവി ആയിരുന്നു. ഫോർമുല നമ്പർ 95 അപ്ലൈ ചെയ്യ്. ഓൾറൈറ്റ് ബഡി, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 95. റോബോ ആ ഭാഗത്തേക്ക് ഓടുകയാണ്. സൂപ്പർ സ്പീഡോ ഒരു കാരണവശാലും അവൻ രക്ഷപ്പെടാൻ നമ്മൾ സമ്മതിക്കരുത്. ആ റോബോ ഭയങ്കര സ്മാർട്ട് ആണെന്ന് തോന്നുന്നു. നേരിട്ട് അവനെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് സൺസിറ്റി ബാങ്കിന്റെ കാശ് തിരിച്ചു പിടിക്കണം. ഒരു കാര്യം ചെയ്യും, ഫോർമുല നമ്പർ 666 അപ്ലൈ ചെയ്യ്. ബ്രില്യന്റ് ഐഡിയ കീക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 666. ഷെടാ, ആ റോബോ പെട്ടെന്നൊരു കാറായി മാറിയല്ലോ. ഇതെന്താന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അതാദ്യം നമുക്ക് കണ്ടെത്താം. ആ കാറിന്റെ സ്പീഡ് സൂപ്പർ ആയിട്ടുണ്ട്. അതെ, അത് ശരിയാണ്. പക്ഷെ എന്റെ ടർബോ സ്പീഡിന് അതിന് ബീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നോക്കിക്കോളൂ. ആ കാർ ഇങ്ങോട്ടാ പോയത്. അത് നമ്മുടെ കണ്ണുവെട്ടിച്ച് എസ്കേപ്പ് ആയിരിക്കും ബഡി. ആ കാറിനെ ആരാ ഡ്രൈവ് ചെയ്തത്? നീ ആ ഡ്രൈവറിന്റെ മുഖം കണ്ടായിരുന്നോ? ഇല്ല, പക്ഷെ നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് ആ കാറിൽ ആരാ ഉണ്ടായിരുന്നെന്ന് കണ്ടുപിടിക്കാം. അതെങ്ങനെയാ? റോഡിൽ വെച്ചിരിക്കുന്ന ഈ CCTV ക്യാമറയിലൂടെ. യെസ് അങ്കിൾ, ഈ ഫുട്ടേജ് തന്നെയാണ്. ഇതൊന്ന് റിവൈൻഡ് ചെയ്തിട്ട് സൂം ചെയ്ത് കാണിക്കോ. ടെമ്പോ അണ്ണ, ടെമ്പോ അണ്ണ. അയ്യോ, ഇത്ര പെട്ടെന്ന് നേരം വെളുത്തു. ഗുഡ് മോർണിംഗ്. ഇന്ന് നിങ്ങളെ എല്ലാവരെയും ഞാൻ എന്റെ ആറുമൂർത്തി കാറിന്റെ ഡെമോ കാണിക്കാൻ പോവാണ്. ഇന്നലെ രാത്രി നീ ഈ റോബോ കാറിന്റെ ഡെമോ കാണിച്ചു കഴിഞ്ഞു. ചെയ്യുന്നതല്ല തെറ്റ്, ചെയ്യുന്നതല്ല കുറ്റം. ജയിലിലേക്ക് പോകാൻ റെഡിയായിക്കോ. താനിത് എന്താണോ വിച്ചും പേയും പറയുന്നത്? നിങ്ങൾ ഈ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. സാർ ഇപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളുടെ ബാങ്ക് കൊള്ളയടിച്ചതിന്റെ കുറ്റത്തിന് യു ആർ അണ്ടർ അറസ്റ്റ്.
അയ്യോ, ബാങ്ക് കൊള്ളയടിച്ചെന്നു. എപ്പോ, എങ്ങനെ? ഞാൻ എവിടെയും പോയി കൊള്ളയൊന്നും അടിച്ചിട്ടില്ല കേട്ടോ. ഓരോ സ്ട്രീറ്റിലും ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ടെമ്പോ അണ്ണ ഒരു കള്ളനാണെന്നാണ്. അയ്യോ, ഞാൻ കള്ളലൊന്നും അല്ല കേട്ടോ. ഞാൻ ഇതുവരെ ഒരു സാധനവും അടിച്ചു മാറ്റിയിട്ടുമില്ല. പക്ഷെ ടെമ്പോ അണ്ണ, ഇന്നലെ രാത്രി ഞങ്ങൾ ഒരു കാറിനെ ചേസ് ചെയ്തു. ആ കാറിന്റെ CCTV ഫുട്ടേജ് ഞങ്ങൾ ഇന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോ ഡ്രൈവിംഗ് സീറ്റിൽ ടെമ്പോ അണ്ണനായിരുന്നു. അങ്ങനെ ഒന്നും സംഭവിക്കാൻ ചാൻസ് ഇല്ല ഗീക്കോ. ഇന്നലെ രാത്രി ഇവൻ, അതായത് ഈ ആറുമൂർത്തി, എന്റെ പ്രിയപ്പെട്ട കാറ്, അവൻ ഇവിടെയും ഞാൻ അവിടെയും അടുത്തടുത്ത് കിടന്ന ഉറങ്ങിക്കൊണ്ടിരുന്നത്. ഇത് അതേ കാർ തന്നെയാണ്. ഈ വണ്ടിയാണ് ഇന്നലെ ഞാൻ ഫോളോ ചെയ്തു പോയത്. ടെമ്പോ അണ്ണ, ഈ കാറിന് റോബോട്ടായി മാറാൻ പറ്റുമോ? യെസ് ഗീക്കോ, ഇതെന്റെ സൂപ്പർ ഡൂപ്പർ കണ്ടുപിടുത്തമാണ്. റോബോ കാർ. ടെമ്പോ അണ്ണ, ഒരുപക്ഷെ വേറെ ആരെങ്കിലും നിങ്ങളുടെ കാർ ഓടിച്ചോണ്ടിരുന്നോ? അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ സാധ്യതയില്ല. കാരണം എന്റെ ഈ ആറുമൂർത്തി, എന്റെ ഫിംഗർ പ്രിന്റും ഫേസ് സ്കാനിങ്ങും ഉണ്ടെങ്കിൽ മാത്രമേ ആക്ടിവേറ്റ് ആവുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാനല്ലാതെ വേറെ ആർക്കും ഇത് ഓടിക്കാൻ കഴിയുകയില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ കൊള്ളയടിച്ചില്ലെന്ന് പറയുകയാണോ? ജൂനിയർ ഡിറ്റക്റ്റീവ് അക്കഡക് ടമാഡക് ഒന്ന് ചെക്ക് ചെയ്യേ. ശരി സാറേ, ഇപ്പൊ തന്നെ ഞാൻ ടെമ്പോ അണ്ണനെ അറസ്റ്റ് ചെയ്തേക്കാം. ഒന്ന് നിൽക്കൂ ജൂനിയർ അങ്കിൾ. ടെമ്പോ അണ്ണ പറയുന്നത് സത്യമാണെന്നാ എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇതിൽ വേറെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അത് മാത്രമല്ല, ബാങ്കിന്റെ കാശ് നമ്മൾ സേഫ് ആയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചതല്ലേ? കറക്റ്റ്. കാശൊന്നും ഇപ്പൊ മിസ്സായിട്ടില്ലല്ലോ. ടെമ്പോ അണ്ണനെ ഒറ്റ വാക്കിൽ പറയണമെങ്കിൽ ഇന്നസെന്റ്. ഇന്നസെന്റിനെക്കാട്ടും വളരെ വളരെ ഇന്നസെന്റ്. വെരി ഇന്നസെന്റ്. താങ്ക് യു കിക്കോ, ഡോഡോ, ബുള്ളറ്റിംഗിൾ. താങ്ക് യു വെരി വെരി മച്ച്. നീ എങ്കിലും എന്നെ വിശ്വസിച്ചല്ലോ. ഒരുപക്ഷെ ടെമ്പോ അണ്ണൻ കള്ളനല്ലെങ്കിൽ അപ്പൊ പിന്നെ ആരാ ബാങ്ക് കൊള്ളയടിച്ചത്? കാണാൻ അവൻ ടെമ്പോ അണ്ണനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. അതാണ് നമ്മളിപ്പോ കണ്ടെത്തേണ്ടത്. അയ്യോ, ഇന്ന് എനിക്ക് രണ്ടിലൊന്ന് അറിയണം. എന്റെ ഈ ആറുമൂർത്തിയെ ആരാ മോഷ്ടിക്കുന്നെന്ന് നോക്കട്ടെ. അയ്യോ, ഈ പുക എന്നെ അബോധാവസ്ഥയിലാക്കുമെന്നാ തോന്നുന്നത്. ഇപ്പൊ ഞാൻ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പോവുകയാ. അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആണ്. ഫിംഗർ പ്രിന്റുമുള്ള ഈ ഗ്ലൗസും ഉപയോഗിച്ച് ഞാൻ ഈ കാറിനെ ഇവിടുന്ന് വളരെ ഈസി ആയിട്ട് പുറത്തേക്ക് കൊണ്ടുപോകും. ഇത് വെച്ച് ഞാൻ കൊള്ളയടിക്കാൻ പോവുകയാണ്. ലൂക്ക ഇപ്പൊ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കാൻ പോവുകയാണ്. അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ ഞാൻ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആണ്. ഒരു കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ആരാണ് വന്ന് കൊള്ളയടിച്ചിട്ട് പോയത്? ഷെടാ, വീണ്ടും R7 ബ്ലിങ്ക് ആവുന്നുണ്ട്. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. വാ സൂപ്പർ സ്പീഡോ. എന്റെ ദൈവമേ, ഇത് തീർച്ചയായിട്ടും നമ്മുടെ ടെമ്പോ അണ്ണൻ തന്നെയാണ്. ടെമ്പോ അണ്ണ, പ്ലീസ് ആ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങ. അയ്യോ, കിക്കോ, എനിക്ക് തോന്നുന്നത് ടെമ്പോ അണ്ണൻ നമ്മളെ വീണ്ടും പറ്റിച്ചെന്നാണ്. നീ ഒരു കാര്യം ചെയ്യ്, ഉടനെ ടെമ്പോ അണ്ണയുടെ വീട്ടിലേക്ക് ചെല്ല്.
ഞാൻ എങ്ങനെ ഇത്രയും സമയം തറയിൽ കിടന്നുറങ്ങിയത്? ആഹാ, എന്റെ പ്രിയപ്പെട്ട കാർ ആറുമൂർത്തി, മൈ ഡിയർ കാർ, നിനക്ക് എങ്ങനെയുണ്ട്? ഹലോ, പെട്ടെന്ന് ഈ ഡിക്കിക്ക് എന്താ പറ്റിയത്? ഓയ്യോ, ഈ ആഭരണങ്ങളൊക്കെ എവിടുന്നാ വന്നേ? ഇതൊക്കെ എന്റെ വണ്ടിയിൽ എങ്ങനെയാ വന്നത്? ഇതെല്ലാം നീ കൊള്ളയടിച്ചു കൊണ്ടുവന്നതാണ് ടെമ്പു അണ്ണ. ടെമ്പു അണ്ണ, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നീ ഇങ്ങനെ ചെയ്യുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സോറി ടെമ്പോ അണ്ണ, ഇപ്രാവശ്യം എനിക്ക് പോലും നിങ്ങളെ രക്ഷിക്കാനായില്ല. കാരണം നിങ്ങൾ ആ കാർ ഓടിച്ചു പോകുന്നത് ഞങ്ങൾ നേരിട്ട് കണ്ടതാ. മോഷ്ടിച്ചതിന്റെ തെളിവ് നിങ്ങളുടെ കാറിന്റെ ഡിക്കിയിൽ തന്നെയുണ്ട്. അവസാനമായിട്ട് ടെമ്പോ ഓണറെ ജയിലിലേക്ക് അയച്ചു വെക്കുന്ന എന്റെ പ്ലാൻ വർക്കൗട്ട് ആയി കഴിഞ്ഞു. ഇനി എല്ലാവരും ടെമ്പോ ഓണറെ നോക്കിക്കൊണ്ടിരിക്കും. എന്നെ ആരും പിടിക്കാൻ വരില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ഞാൻ റിലാക്സ് ആയി കൊള്ളയടിച്ച് സൺ സിറ്റിയിൽ നിന്ന് മെല്ലെ പോകും. ഇതെല്ലാം വിറ്റിട്ട് ഞാനൊരു കോടീശ്വരനാകും. ലൂക്ക തുടങ്ങി കഴിഞ്ഞു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം. അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ ഞാൻ സ്പെഷ്യലിസ്റ്റ് ആണ്. അയ്യോ കിക്കോ, നീ എന്താ ഇങ്ങനെയൊക്കെ ചെയ്തത്? ഹലോ മിസ്റ്റർ, എനിക്ക് നന്നായിട്ട് അറിയാം നീ ടെമ്പോ അണ്ണ അല്ലെന്ന്. മര്യാദയ്ക്ക് ആ റോബോ കാർ എന്റെ കയ്യിൽ ഏൽപ്പിച്ചേര്, എന്നിട്ട് യഥാർത്ഥ രൂപത്തിലേക്ക് വാ. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ ടെമ്പോ എണ്ണം തന്നെ. കുറച്ചു നേരം മുമ്പ് എന്നെ പോലീസുകാർ വിട്ടയച്ചത്. കാരണം ഞാൻ ഇന്നസെന്റ് ആണ്, നിരപരാധിയാ, ഒരു തെറ്റും ചെയ്യാത്ത ആളാണ്. അല്ല, നീ കള്ളം പറയാണ്. നീ ടെമ്പോ അണ്ണ ആവാൻ ചാൻസേ ഇല്ല. കാരണം ടെമ്പോ അണ്ണ ഇപ്പൊ മേയറങ്കിളിന്റെ വീട്ടിലാ ഉള്ളത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ടെമ്പോ അണ്ണ ഒരിക്കലും ഷൂസ് ധരിക്കാറില്ല. പക്ഷെ നീ ഷൂസ് ധരിച്ചിട്ടുണ്ട്. അയ്യോ ടിങ്കിൾ ഡോഡോ, നിങ്ങൾ ഈ രാത്രിയിൽ എങ്ങനെ ഇവിടെ വന്നത്? വേഗം, അതിവേഗം. മതിയാക്കട നീ നിന്റെ എമർജൻസിയും. ഇനി ഒരു സൂപ്പർ സ്പീഡോ കാറും ഇങ്ങോട്ട് വരില്ല. ഇനി നിനക്ക് വായി തുറന്നൊന്നും പറയാനും പറ്റില്ല. സൂപ്പർ സ്പീഡോ R7-ൽ നിന്ന് പുറത്തേക്ക് വരില്ല. ലൂക്കയോട് ഏറ്റുമുട്ടിയതിന്റെ ശിക്ഷ നീ ഇപ്പൊ അനുഭവിച്ചേ പറ്റൂ. അത് ഞാനിപ്പോ കണ്ടു രസിക്കാൻ പോവുകയാണ്. ലൂക്ക തുടങ്ങിക്കഴിഞ്ഞു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം. അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ ഞാൻ സ്പെഷ്യലിസ്റ്റ് ആണ്. ഈ സാഹചര്യത്തിൽ എനിക്ക് ഒരുപാട് സമയത്തേക്ക് റോബോക്കാറിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. എത്രയും പെട്ടെന്ന് സൂപ്പർ സ്പീഡോയെ വിളിച്ചേ പറ്റൂ. അടുത്ത 30 സെക്കൻഡിനുള്ളിൽ ഈ മിസൈൽ പൊട്ടിച്ചിതറും. പിന്നെ കിക്കോ ഇരുന്ന അടയാളം പോലും ഇല്ലാതെ മൊത്തം ചിന്ന ഭിന്നമാകും. ലൂക്ക തുടങ്ങിക്കഴിഞ്ഞു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം. അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ ഞാൻ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആണ്. വേഗം, അതിവേഗം. R7 ഇന്ന് പുറത്തേക്ക് വരട്ടെ, സൂപ്പർ സ്പീഡോ കാർ. താങ്ക് യു സൂപ്പർ സ്പീഡോ. വേഗം വാ, നമുക്ക് ആ ലൂക്ക ടെമ്പോണയുടെ കാർ അടിച്ചു മാറ്റുന്നത് തടഞ്ഞു നിർത്താം. ബ്രോ, ലൂക്കയെ പിടിച്ചാലേ നമുക്കൊരു കാര്യം തെളിയിക്കാൻ പറ്റൂ. ശരിക്കുള്ള കള്ളൻ ടെമ്പോ അണ്ണനല്ല, അത് ലൂക്കയാണെന്നുള്ള കാര്യം. ലൂക്ക തുടങ്ങിക്കഴിഞ്ഞു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം. അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ ഞാൻ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആണ്.
സൂപ്പർ സ്പീഡോ ഫോർമുല നമ്പർ 45 അപ്ലൈ ചെയ്യേ. ഓക്കെ കിക്കോ, ഇനിഷ്യേറ്റിംഗ് ഫോർമുല 45. ലൂക്ക തുടങ്ങിക്കഴിഞ്ഞു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം. അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ ഞാൻ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആണ്. കിക്കോ, ആ റോബോ നമ്മൾ വിടാതെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേഗം ഒരു ഐഡിയ പറയൂ. ഈ റോബോയുടെ മെയിൻ കൺട്രോൾ എന്ന് പറയുന്നത് ഡിവൈസ് അതവന്റെ തലയിലാ ഉള്ളത്. ഫോർമുല നമ്പർ 999 അപ്ലൈ ചെയ്യേ, അല്ലാതെ മറ്റൊരു വഴിയുമില്ല. ഗ്രേറ്റ് ഐഡിയ കിക്കോ. ആക്ടിവേറ്റിംഗ് ഫോർമുല 999. ലൂക്ക, അവസാനമായിട്ട് ഞാൻ നിന്നെ വാൺ ചെയ്യാണ്. നീ ടെമ്പോ അണ്ണയുടെ കാർ തിരിച്ചു കൊടുത്തിട്ട് മര്യാദയ്ക്ക് ഞങ്ങളുടെ മുമ്പിൽ സറണ്ടർ ആയേക്ക്. ലൂക്ക തുടങ്ങിക്കഴിഞ്ഞു ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം. അടിച്ചു മാറ്റുന്ന കാര്യത്തിൽ ഞാൻ സൂപ്പർ സ്പെഷ്യലിസ്റ്റ് ആണ്. ഞാനിപ്പോ എന്റെ സ്പെഷ്യൽ കിക്ക് യൂസ് ചെയ്തേ പറ്റുന്ന തോന്നുന്നേ. എടാ മൊട്ടത്തലയാ, കള്ളന്മാർ എത്ര ബുദ്ധിമാന്മാരാണെങ്കിലും പോലീസുകാർ അവരെ പൊക്കിയിരിക്കും. എന്ന് വെച്ചാൽ സാറ് പറഞ്ഞതിന്റെ അർത്ഥം യു ആർ അണ്ടർ അറസ്റ്റ്. സോറി ടെമ്പോ അണ്ണ, ഞാൻ നിന്റെ തെറ്റിദ്ധരിച്ചതിന് സോറി. മോഷ്ടിച്ചതെല്ലാം ലൂക്കയാണ്, എന്നിട്ട് അവൻ നിന്നെ കുടുക്കി കളഞ്ഞു. അയ്യോ, അതൊന്നും ഒരു പ്രശ്നമല്ല മേയർ. ആനയെ പോലെയുള്ള ഇത്ര വലിയ സിറ്റിയില് ചുണ്ടലി പോലുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നേ. ഇറ്റ്സ് ഓക്കെ. താങ്ക് യു കിക്കോ, പിന്നെ സൂപ്പർ സ്പീഡോ. നിങ്ങൾ രണ്ടാല് കാരണമായി ഇന്ന് സത്യം എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നേ. ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്യുക, ഇനി ഒരിക്കലും ഞാൻ ഇതുപോലത്തെ ഒരു ഡേഞ്ചറസ് കാർ കണ്ടുപിടിക്കത്തേ ഇല്ല. വീണ്ടും കീക്കോ പിന്നെ സൂപ്പർ സ്പീഡോയ്ക്ക് ഞാൻ മനസ്സുകൊണ്ട് നന്ദി പറയുകയാണ്.